മെഡിക്കൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലൈബ്രറീസ് എംപവറിംഗ് കമ്മ്യൂണിറ്റീസ് ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ ഈ കോൺഫറൻസിന്റെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിവാണ്. ലോകത്താകെ സാമൂഹിക ശാക്തീകരണത്തിൽ ഗ്രന്ഥശാലകൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ചും ആ മേഖലയിൽ ഉയർന്നു വരുന്ന നൂതന തുറമുകളെ കുറിച്ചും ഈ കോൺഫറൻസ് ചർച്ച ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലാണ്. അത് 1829 തിരുവനന്തപുരത്തായിരുന്നു. ആ തിരുവനന്തപുരത്ത് തന്നെ ഇതുപോലൊരു സമ്മേളനം നടത്തുന്നത് എല്ലാ രീതിയിലും ഉചിതമായ കാര്യമാണ്. ഗ്രന്ഥശാലകളുടെ സാന്ദ്രത പരിശോധിച്ചാൽ ഇത്രയേറെ ഗ്രന്ഥശാലകളുള്ള മറ്റൊരിടം കേരളം പോലെ ലോകത്തെവിടെയും ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത്. ഇവിടെ ഓരോ വാർഡിലും വായനശാലകളുള്ള ഇടങ്ങളുണ്ട്. നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. ഞാൻ നിയമസഭാംഗം എന്ന നിലക്ക് പ്രതിനിധാനം ചെയ്യുന്നത് ധർമ്മടം മണ്ഡലത്തെയാണ്. അവിടെ എല്ലാ വാർഡിലും ഗ്രന്ഥശാലകളുള്ള ഇടമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം നടത്തപ്പെട്ട നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയായിട്ട് ഈ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം കൂടി പങ്കുവെക്കട്ടെ. കേരളത്തിലെ ഗ്രന്ഥശാലകള് കേവലം പുസ്തകം സൂക്ഷിക്കുന്ന ഇടങ്ങൾ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ സാമൂഹികവും വൈജ്ഞാനികവുമായ ഉത്കർഷത്തിൽ മുഖ്യ പങ്ക് വഹിച്ചവ കൂടിയാണ്. അത്തരമൊരു സംസ്ഥാനത്ത് ആണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. പട്ടിണിയായ മനുഷ്യനോട് പുസ്തകം കയ്യിലെടുക്കാൻ പറഞ്ഞത് പെട്രോൾ ബൃഹത്തായിരുന്നു. അതിനർത്ഥം പുസ്തകം കൊണ്ട് വിശപ്പ് മാറ്റാമെന്നല്ല, മറിച്ച് വായന പട്ടിണിയുടെയും ദുരിതങ്ങളുടെയും തോത് കുറക്കുമെന്നാണ്. അതെങ്ങനെയാണ്? വാചകം എഴുതുമ്പോഴുണ്ടായ സാമൂഹ്യ സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഒരു 15 പിന്നിട്ടിട്ട് തുടരുന്ന ദുരിതങ്ങളും പട്ടിണിയും ഒരു വശത്ത്, ഗ്രേറ്റ് ഡിപ്രഷൻ പോലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ മറുവശത്ത്. ഇതിന് പുറമെയാണ് അദ്ദേഹത്തിന്റെ ജന്മരാജ്യമായ ജർമ്മനിയിൽ ഉയർന്നു വന്ന വംശീയ വിദ്വേഷം ഉഗ്രരൂപം കൊണ്ടു.
ദുരാഗ്രഹങ്ങൾക്കും ഭേദചിന്തകൾക്കും വർഗീയ വിദ്വേഷത്തിനുമുള്ള പരിഹാരമായാണ് അദ്ദേഹം വായനയെ കണ്ടത്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാൻ, എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളെ പോലെ കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് ഓരോ മനുഷ്യരെയും പരിവർത്തിപ്പിക്കാൻ വായനയ്ക്ക് കരുത്തുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ നിലയിലേക്ക് മനുഷ്യരെ മാറ്റി തീർക്കാൻ പുസ്തകങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ബൃഹത് പട്ടിണിക്കുള്ള മരുന്നായി പുസ്തകത്തെ കണ്ടത്. ഇത് സൂചിപ്പിക്കാനൊരു കാരണമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതായത് വിശക്കുന്നവരില്ലാത്ത, അഗതികളായ മനുഷ്യരില്ലാത്ത നാടായി നമ്മുടെ നാട് മാറി. അതിന് സഹായകമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ ഉയർന്നു വന്ന വായനാ സംസ്കാരം തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ഗ്രന്ഥശാലകൾ വികസിച്ചത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായാണ്. ഗ്രാമാന്തരങ്ങളിലെ ഗ്രന്ഥശാലകളിൽ നിന്നും പുസ്തകങ്ങളെ പരിചയപ്പെട്ടവരാണ് മലയാളികൾ. അതിലൂടെ അറിവും കനിവും ഒരുപോലെ കേരളീയ ജീവിതത്തിലുണ്ടായിരുന്നു. അതിലൂടെ ഉണ്ടായ ഒരു പ്രത്യേകത അന്യമനുഷ്യനോട് കരുതലുള്ള ഒരു സമൂഹം ഉയർന്നു. ആ സാമൂഹിക അടിത്തറയിൽ കൂടി നിലനിർപ്പിച്ചാണ് നാം ഇപ്പോ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയത്.